നിങ്ങൾ വയനാട്ടിൽ വന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിന് ലോജിക്ക് എന്താണ് എന്നുള്ളതാണ് ഇടതുപക്ഷം ചോദിക്കുന്നത്. കഴിഞ്ഞ തവണ ഇന്ത്യയിൽ രൂപപ്പെട്ടു വരുന്ന ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. അത് നമ്മൾ തിരിച്ചറിയാണ്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ പോലത്തെ ജനാധിപത്യ പോരാട്ടം നടത്തുന്ന ആളുകളെ പരാജയപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നു. ആ സാഹചര്യത്തിലാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും മത്സരിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി തീരുമാനിച്ചു. നിർഭാഗ്യവശാൽ ഉത്തരേന്ത്യയിൽ പരാജയപ്പെട്ടു. വയനാട്ടിലാണ് ജയിച്ചത്. ഞങ്ങൾ ഒരിക്കൽ കൂടി വയനാട്ടിൽ മത്സരിക്കാൻ തീരുമാനിക്കുന്നു. ഞാൻ പറയട്ടെ, ഞങ്ങൾ തീരുമാനിക്കും. എന്താണ് CPM-ന്റെ പ്രശ്നം? CPM-ന്റെ പ്രതിസന്ധി എന്താണ്? ഞാൻ പറയുന്നത് ഡി രാജയുടെ കൈപിടിച്ചാണ് 3-ം തീയതി നിങ്ങൾ ബീഹാറിൽ റാലി നടത്താൻ പോകുന്നത്. നിങ്ങൾ ഇവിടെ മത്സരങ്ങൾ നടക്കുന്ന ആരെ കാണിക്കാനാണ്? ഞാൻ പറയുന്നത് വയനാട്ടിൽ നിലവിലെ MP ആണ് രാഹുൽ ഗാന്ധി. അദ്ദേഹം അവിടെ തന്നെ മത്സരിക്കുന്നതിൽ എന്താണ് എതിർപ്പ്? BJP നേരിടാൻ BJP തന്നെ ഇന്ത്യയുടെ പുലിയും സിംഹമുള്ള പാർലമെന്റിലേക്കാ തെരഞ്ഞെടുപ്പ്. വയനാട്ടിലേക്കല്ല, പുലിയും സിംഹമുള്ള പാർലമെന്റിലേക്കാ തെരഞ്ഞെടുപ്പ്. അവിടേക്കാ പോകുന്നത്. അത് നേരിട്ടത് കൊണ്ടാണ് ഇന്ത്യയുടെ പാർലമെന്റിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയത്. പുലിയും സിംഹമുള്ള ഇന്ത്യയുടെ പാർലമെന്റിലേക്കാ വയനാട് തെരഞ്ഞെടുപ്പ്. വയനാട് പക്ഷം പുറത്തേക്കല്ല, വയനാട് ഇന്ത്യയിൽപ്പെട്ടതാണ്. ഇന്ത്യയുടെ പാർലമെന്റിലേക്കാ തെരഞ്ഞെടുപ്പ്. അവിടെയാണ് സർവശക്തിയുള്ളത്, അല്ലാതെ വയനാട്ടിലല്ല. മുത്തലാഖിനെ കുറിച്ച് വോട്ടിനിട്ട സമയത്ത് ലീഗിന്റെ MP-മാർ എവിടെയായിരുന്നു? നിങ്ങളെ MP-മാരായി ഇവിടെ നിന്നും വിജയിപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടന്നപ്പോ BJP-ക്ക് അനുകൂലമായി വോട്ട് ചെയ്യാതെ മാറി നിന്നില്ല ഇവിടുത്തെ ലീഗിന്റെ MP-മാര്. ഇതല്ല നിങ്ങളുടെ സമീപനം. നിങ്ങൾ എവിടെയാണ് BJP എതിർക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട രണ്ട് ചോദ്യം എവിടെയാണ്? ഞാൻ കേൾക്കുന്ന ചോദ്യമാണ്. ഒന്ന് ഈ ചോദ്യം ഇന്ത്യയിൽ നിലവിൽ പാർലമെന്റിൽ ഉണ്ടാകുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത് ഒരു ബില്ല് മുൻകൂട്ടി അവതരിപ്പിക്കുമെന്ന് അറിയിച്ചാണ് സാധാരണ ചെയ്യാറുള്ളത്. മോഡി അധികാരത്തിൽ വന്ന ശേഷം, BJP അധികാരത്തിൽ വന്ന ശേഷം അൺഎക്സ്പെക്ടഡ് ആയി ബില്ലുകൾ കൊണ്ടുവരുന്നത് യാഥാർത്ഥ്യമാണ്. ഞാൻ പറയട്ടെ, ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. ഞാൻ പറയട്ടെ, ഇന്ത്യയിലെ പാർലമെന്റ് ഷെഡ്യൂൾ ചെയ്താണോ ബില്ലുകൾ കൊണ്ടുവരുന്നത്? ഇന്ത്യയിലെ പാർലമെന്റ് ഷെഡ്യൂൾ ചെയ്താണോ ബില്ലുകൾ കൊണ്ടുവരുന്നത്? അല്ലല്ലോ, അങ്ങനെയാണോ? അങ്ങനെയല്ല. അപ്പോ ഇവരുദ്ദേശിക്കുന്നത് ന്യൂനപക്ഷ വിഷയങ്ങളിൽ പറയാൻ അനുവദിക്കൂ. ന്യൂനപക്ഷ വിഷയങ്ങൾ ലീഗ് എവിടെയാണ് എന്നതാണല്ലോ CPM-ന്റെ ചോദ്യത്തിൽ. അത് ഞാൻ പറയാം. ആ ചോദ്യത്തിന്റെ കാതൽ അതാണല്ലോ. മുത്തലാഖായാലും ശരി, BJP-യുടെ സാന്നിധ്യമായാലും ശരി, ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിന്റെ ആദ്യമാണല്ലോ ഇവർ പറയുന്നത്. ഞാൻ പറയാം, ഇന്ത്യയുടെ പാർലമെന്റ് മുത്തലാഖോ അല്ലെങ്കിൽ ഒരു വിഷയം മാത്രമല്ലോ, ഇന്ത്യയുടെ പാർലമെന്റ് പാസ്സാക്കിയ മറ്റു കുറെ നിയമങ്ങളുണ്ടല്ലോ. ഈ നിയമങ്ങളിലൊക്കെ CPM എന്ത് സ്റ്റാൻഡ് എടുത്തത്? ഞങ്ങൾ ചോദിക്കട്ടെ. സാമ്പത്തിക സംവരണം നടപ്പിലാക്കി രാജ്യത്ത്. സാമ്പത്തിക സംവരണം നടപ്പിലാക്കിയപ്പോ നേരത്തെ സുഹൃത്ത് പറഞ്ഞല്ലോ, 3 MP-മാരുടെ പേര് നരേന്ദ്രമോദി പത്തനംതിട്ടയിൽ വന്ന് പരസ്യമായി പറഞ്ഞു വന്ന്. ഏത് ഘട്ടത്തിലാ സാമ്പത്തിക സംവരണത്തെ എതിർത്തത്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. പക്ഷേ ഇന്ത്യയിലെ പാർലമെന്റിൽ ഇത് അവതരിപ്പിക്കപ്പെട്ട ശേഷം ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു സംസ്ഥാനം അത് ആദ്യം നടപ്പിലാക്കിയെങ്കിൽ അത് പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിലാണ്. RSS ആദ്യം നടപ്പിലാക്കിയത്. അവിടെ മാത്രമല്ല, UAPA അമെന്റ്മെന്റ് ചെയ്തു. UAPA-യുടെ അമെന്റ്മെന്റ് ഇൻഡിവിജ്വൽ ആയ ഒരു വ്യക്തിയുടെ പേരിലേക്കും UAPA ചേർക്കാം എന്ന് പറഞ്ഞു. ആ നിയമം പാസ്സാക്കിയ ശേഷം അറസ്റ്റ് നടന്നത് എവിടെയാണ്? കോഴിക്കോട് ഷുഹൈബും. എന്താ ഇവർക്ക് എന്താ പറയാനുള്ളത്? കേരളത്തിൽ BJP ഭരിക്കുന്ന ഗുജറാത്തിലല്ല, UP-യിലല്ല, പിണറായി ഭരിക്കുന്ന കേരളത്തിൽ. അവിടെ മാത്രം തീർന്നില്ല. നോക്കൂ, ഈ രാജ്യത്തിന്റെ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുകൾ നിർത്തലാക്കി രാജ്യത്തിന്റെ ഗവൺമെന്റ്. ആ സമയത്ത് കേരള ഗവൺമെന്റ് മറ്റേ സ്കോളർഷിപ്പ് തുടങ്ങി. ഇടാവിളക്ക് എന്നാണ്. അതിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇല്ല. എന്താ സംഭവിച്ചത്? RSS-ന്റെ അജണ്ട മറ്റൊരു കുപ്പിയിലാക്കി ഇവിടെ നടപ്പിലാക്കി.